വനിതാ എസ്ഐമാരുടെ പരാതിയിൽ IPS ഉന്നതനെതിരായ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ 6 മാസം കഴിഞ്ഞിട്ടും തുടർ നടപടിയുണ്ടായില്ല. LDF മന്ത്രിസഭയിലെ പ്രമുഖൻ ആരോപണ വിധേയനായ AIG VG വിനോദ് കുമാറിനെ സംരക്ഷിക്കാനായി റിപ്പോർട്ട് പൂഴ്ത്തിയെന്നാണ് ആരോപണം. എന്നാൽ വിനോദ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് തുടർ നടപടിക്ക് തടസ്സമായെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മോശം സന്ദേശങ്ങൾ അയക്കുക, തൊഴിലിടത്തിൽ മാനസികമായി പീഡിപ്പിക്കുക എന്നീ ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പത്തനംതിട്ടയിലെ 2 വനിതാ എസ്ഐമാർ അന്ന് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന VG വിനോദ് കുമാറിനെതിരെ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. അന്ന് DIG ആയിരുന്ന അജിത ബീഗത്തിന് ലഭിച്ച പരാതി തുടർന്ന് അന്വേഷിക്കാൻ പോലീസ് ആസ്ഥാനത്തെ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് കൈമാറുകയായിരുന്നു. സമിതി ചെയർപേഴ്സൺ SP മെറിൻ ജോസഫ് നടത്തിയ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി. പരാതിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് വിശദമായ അന്വേഷണം വേണമെന്നായിരുന്നു മെറിൻ ജോസഫ് നൽകിയ റിപ്പോർട്ടിലെ ശുപാർശ. കഴിഞ്ഞ വർഷം നവംബർ 29-നാണ് ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തിന് കൈമാറിയത്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് ഉന്നത സ്വാധീനത്താൽ പൂഴ്ത്തിയെന്നാണ് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. പിണറായി വിജയൻ സർക്കാരിലെ ഒരു ഉന്നതനാണ് ഈ സംരക്ഷണത്തിന് പിന്നിലെന്നാണ് ആക്ഷേപം. രാവും പകലും പിന്നാലെ കൂടി വാട്സ്ആപ്പ് മെസ്സേജുകൾ അയച്ചു. വാട്സ്ആപ്പ് പ്രൊഫൈൽ ചിത്രം കൊള്ളാമെന്ന് പറഞ്ഞു പുകഴ്ത്തി. മറുപടി കൊടുക്കാതായപ്പോൾ മാനസികമായി പീഡിപ്പിച്ചു. ഇതൊന്നും IPS ഉദ്യോഗസ്ഥന് ചേർന്ന പ്രവൃത്തിയല്ലെന്നാണ് റിപ്പോർട്ടിലുള്ളത്. കീഴുദ്യോഗസ്ഥർക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയാണ് രാത്രിയിൽ മെസ്സേജ് അയച്ചിരുന്നതെന്ന വിനോദ് കുമാറിന്റെ വിശദീകരണം യുക്തിക്ക് നിരക്കുന്നതല്ല എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പോഷ് ആക്ട് പ്രകാരം കേസെടുത്ത തുടർ നടപടി സ്വീകരിക്കേണ്ട വിഷയത്തിൽ അട്ടിമറി നടന്നു. അതേസമയം വിനോദ് കുമാർ ഹൈക്കോടതിയിൽ പോയതോടെ ആഭ്യന്തര അന്വേഷണത്തിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നുള്ള വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.